സ്വർണത്തിന്റെ ഭാവി നമുക്ക് അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ല. കാരണം നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷം അതായത് പശ്ചിമേഷ്യയിലെ സംഘർഷം തുടങ്ങുന്നതിന് മുൻപ്, അതായത് ഗാസ ഇസ്രായേൽ വാർ തുടങ്ങുന്നതിന് മുൻപ് ഏകദേശം 60,000-ന്റെ അടുത്ത് നിന്നതാണ്. ഇരട്ടിയിലധികം 1,31,000 രൂപ വരെ അതിനിടയ്ക്ക് സ്വർണത്തിന്റെ വില വർദ്ധിച്ചു. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒറ്റയടിക്ക് വർദ്ധിക്കുകയല്ല ചെയ്തത്, ഘട്ടം ഘട്ടമായിട്ട് കൂടുന്നു, കുറയുന്നു, കൂടുന്നു. പക്ഷെ കൂടുന്നതിന്റെ സ്പീഡാണ് നമ്മൾ കൂടുതൽ കണ്ടത്. അതുകൊണ്ടാണ് ഈ ഇത്രയും നാള് കൊണ്ട്, അതായത് 6 മാസക്കാലം കൊണ്ട് എന്ന് നമുക്ക് പറയാം. ഫെബ്രുവരി 28-നായിരുന്നല്ലോ യുദ്ധം തുടങ്ങുന്നത്. അപ്പോൾ ഫെബ്രുവരി 28 എന്ന് പറഞ്ഞ 6 മാസക്കാലം ഇല്ല. അതിന് മുൻപ് തന്നെ ഏകദേശം ഒരു 4-5 മാസം കൊണ്ട് തന്നെയാണ് ഇത്രയധികം ഏറ്റക്കുറച്ചിലുകൾ സ്വർണത്തിന്റെ വിലയിലുണ്ടായത്. അപ്പൊ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എപ്പോഴും എന്തുകൊണ്ടാണ് സ്വർണത്തിന്റെ വില കൂടിക്കൊണ്ടിരിക്കുന്നു? യുദ്ധം തീർന്നില്ല. തീരുന്നു എന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 കൂട്ടരും അവകാശപ്പെടുന്നു. അടുത്ത ദിവസം അല്ലെങ്കിൽ അടുത്ത നിമിഷം തന്നെ അവർ 2 കൂട്ടരും തന്നെ അത് നിഷേധിക്കുന്നു. കാരണം ആരെങ്കിലും ഒരാള് തീരുമാനിച്ച വാഗ്ദാനത്തിൽ നിന്ന് പതുക്കെ പിന്നോട്ട് പോകുന്നു. ആ പിന്നോട്ട് പോക്ക് കാരണം 2 കൂട്ടരും പിന്നോട്ട് പോകുന്ന അവസ്ഥ വരുന്നു. യുദ്ധം തുടരുന്നു. അതാണ് നമ്മൾ ഇതുവരെ കണ്ട രീതി. ഇപ്പൊ ഹോർമൂസ് കടലിടുക്കിലൂടെ ഇന്ധനമൊക്കെ, അതായത് കപ്പലുകളൊക്കെ പോകാൻ തുടങ്ങി എന്ന് പറയുന്നു. അപ്പോഴും അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ച് വീണ്ടും പ്രശ്നം ഉണ്ടാകുന്നു. ഇങ്ങനെ പോവുകയാണ് കാര്യങ്ങൾ. അപ്പൊ ഈ അനിശ്ചിതാവസ്ഥ കാരണം കൊണ്ട് സ്വർണത്തിന്റെ വിലയിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഓഹരി വിപണിയിൽ നമ്മൾ കണ്ടു, കഴിഞ്ഞ മാസങ്ങളിലൊക്കെ വലിയ ഇടിവായിരുന്നു. ഇപ്പോഴാണ് ഓഹരി വിപണിയും ഇത്തിരി പോസിറ്റീവായത്. പക്ഷെ ഇന്നലെയൊക്കെ നിഫ്റ്റി വീണ്ടും നെഗറ്റീവ് ആവുകയാണ് ചെയ്തത്. സെൻസെക്സ് പോസിറ്റീവ് ആയപ്പോഴും നിഫ്റ്റി നെഗറ്റീവ് ആകുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പൊ എന്താണ് ഈ വർഷം അതായത് സ്വർണം ഓഹരി വിപണിയിലെ ഓഹരികൾ പോലെ തന്നെ അതിലേറെ വിശ്വാസത്തോടെ വാങ്ങുകയും വിൽക്കുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു ഉൽപ്പന്നമാണെന്ന് ഇന്ത്യക്കാര്, പ്രത്യേകിച്ച് മലയാളികൾ മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ത്യക്കാരൊക്കെ ചെയ്യുന്നുണ്ട്, അത് കൂടുതലായിട്ട് മലയാളികളാണ് അത് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ചെയ്യുന്നത്? സ്വർണത്തിന്റെ വില ഇപ്പൊ താഴുമ്പോ പെട്ടെന്ന് പോയി സ്വർണം വാങ്ങുന്നു. സ്വർണം വാങ്ങിച്ചിട്ട് അതിന്റെ വില ഉയരുന്ന സമയത്ത് പെട്ടെന്ന് അത് കൊണ്ടുപോയി വിൽക്കുന്നു. ഇങ്ങനെ അതായത് 50 ടൺ സ്വർണമാണ് കേരളത്തിൽ തന്നെ വിറ്റഴിക്കപ്പെട്ടത് എന്നാണ് ഇന്നലെയൊക്കെ പുറത്തു വന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് മലയാളികൾ 50 ടൺ സ്വർണം വാങ്ങി, അല്ലെങ്കിൽ അതിലേറെ വാങ്ങിയിട്ട് അവർ പഴയ സ്വർണം വിറ്റഴിക്കുന്നു. പഴയ സ്വർണത്തിന് പുതിയ വില എന്നൊക്കെ പറഞ്ഞാണല്ലോ അഡ്വർടൈസ്മെന്റ് വരുന്നത്. അപ്പൊ നഷ്ടമില്ലാതെ വിൽക്കാം എന്ന ഒരു വിചാരത്തോടു കൂടി പഴയ സ്വർണം വാങ്ങി വെച്ചിരിക്കുന്നത്. സാധാരണ രീതിയിൽ പഴയ സ്വർണം വിൽക്കുമ്പോൾ പണിക്കുറവ്, മൂല്യക്കുറവ്, 916 അല്ല എന്നൊക്കെ പറഞ്ഞ് വ്യാപാരികൾ വലിയ തോതിൽ വില കുറയ്ക്കും. അപ്പൊ അത് ഇല്ല, നിങ്ങൾക്ക് പഴയ സ്വർണം പുതിയ വിലയ്ക്ക് എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെന്റും കൂടെ കൊടുക്കുമ്പോൾ പഴയ സ്വർണം വിറ്റഴിക്കുക. അതാണ് ഈ പുതിയ വിലയ്ക്ക് പഴയ സ്വർണം വിറ്റഴിക്കുക എന്നുള്ള തന്ത്രം. അത് സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു തന്ത്രമാണ്. കാരണം എത്ര കാലത്തേക്കാണ് സ്വർണം വെച്ചുകൊണ്ടിരിക്കുന്നത്? അവരങ്ങനെ വിറ്റഴിക്കുന്ന സ്വർണം വിറ്റതിന് ശേഷം അത്രയും മൂല്യത്തിനോ അല്ലെങ്കിൽ അതിന്റെ കുറച്ച് പകുതി മൂല്യത്തിനോ ഒക്കെ അവിടെ നിന്ന് തന്നെ പുതിയ സ്വർണം വാങ്ങുന്നുമുണ്ടാകും ആവശ്യത്തിനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഈ ഓഹരി വിപണിയിൽ ചെയ്യുന്നത് പോലെ തന്നെ ഇവിടെയും കയ്യിലിരിക്കുന്ന സ്വർണം കൊണ്ടുപോയി വില കൂടുന്നതനുസരിച്ച് വിൽക്കുക, വില കുറയുമ്പോൾ വാങ്ങുക, വീണ്ടും അത് വില കൂടുമ്പോൾ വിൽക്കുക. ഈ തരത്തിലുള്ള ഒരു തന്ത്രം ഇപ്പോൾ മലയാളികൾ പയറ്റുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 3 മാസത്തിൽ വിറ്റുപോയത് 50 ടൺ സ്വർണമെന്നാണ് ഇന്നലെ പത്രങ്ങളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 3 മാസം കൊണ്ട് 50 ടൺ സ്വർണം വിറ്റുപോവുക. പൊതുവെ പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ആകെ വാങ്ങുന്നത് 1000 ടൺ, 800 ടണ്ണിനും 1000 ടണ്ണിനും ഇടയ്ക്ക് സ്വർണമാണ് ഒരു വർഷം ഔദ്യോഗികമായി ഇന്ത്യയിലേക്ക് വരുന്നത്, ഇറക്കുമതി ചെയ്യുന്നത്. പക്ഷെ ഇത് കൂടാതെ കള്ളക്കടത്ത് സ്വർണമൊക്കെ വരുന്നുണ്ടാകാം. അതായത് ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്ന കണക്കാണ് 800 ടണ്ണിനും 1000 ടണ്ണിനും ഇടയ്ക്ക് സ്വർണമാണ് ഇങ്ങോട്ട് വരുന്നത് എന്ന്.
അത് ഇന്ത്യയിലേക്ക് മൊത്തം വരുന്ന സ്വർണമാണ്. കേരളത്തിലാണ് അതിന്റെ 20% ഉപഭോഗം വാങ്ങൽ നടക്കുന്നത് എന്നും വേൾഡ് ഗോൾഡ് അസോസിയേഷൻ തന്നെ പറയാറുണ്ട്. അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന BBGA, അതായത് ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷന്റെ കണക്ക്, ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷന്റെ കണക്കാണ് ഈ ഒരു വർഷം കൊണ്ട് തന്നെ 50 ടൺ സ്വർണം വിറ്റഴിക്കപ്പെട്ടു. പഴയ സ്വർണം വിറ്റഴിക്കപ്പെട്ടു എന്ന് വെച്ചാൽ അവർ പുതിയ സ്വർണം വാങ്ങാതിരിക്കാം. അങ്ങനെ എന്ത് തന്നെയാണെങ്കിലും ഓഹരി വിപണിയിലെ പോലെ തന്നെ സ്വർണം വാങ്ങലും വിൽക്കലും ലാഭം എടുക്കലും ഒരു സ്വഭാവമായി മാറിയിരിക്കുന്നു. ഈ സ്വഭാവം തുടർന്ന് ഇതൊരു പുതിയ സ്വഭാവമാണ്. ഈ സ്വഭാവം തുടരുകയാണ് എങ്കിൽ ഇനിയും സ്വർണത്തിന്റെ വിലയിൽ ഇങ്ങനെ അതായത് ഈ 50 ടൺ സ്വർണം ഈ ഇന്ത്യക്കാർ തന്നെ വിറ്റഴിച്ചു അല്ലെങ്കിൽ മലയാളികൾ വിറ്റഴിച്ചു എന്ന് വരികയാണെങ്കിൽ അതിനനുസരിച്ച് വിലയിടിവ് അപ്പം ഉണ്ടാകും. ഈ സ്വർണം വിൽക്കപ്പെടുന്ന സമയത്ത് വിൽപ്പന കൂടിയാൽ വിൽപ്പന ഒരു തന്ത്രമാണ്. അതുകൊണ്ട് സ്വർണത്തിന്റെ വില ഇടിയുമ്പോൾ ഈ വിറ്റവർ തന്നെ പുതിയ സ്വർണം വാങ്ങാം. അങ്ങനെ അല്ലെ അവര് തന്നെ വാങ്ങുകയോ അല്ലെങ്കിൽ മറ്റുള്ളവർ വാങ്ങുകയോ ചെയ്യുമ്പോഴത്തേക്കും വാങ്ങൽ താല്പര്യം വർദ്ധിക്കുന്നു, ഡിമാൻഡ് വർദ്ധിക്കുന്നു, വില ഉയരും. ഈ തരത്തില് ഈ വിപണിയില് സ്വർണം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന തന്ത്രം കൊണ്ട് തന്നെ, വലിയ തോതിൽ വാങ്ങുകയും വലിയ തോതിൽ വിൽക്കുകയും ചെയ്യുന്ന തന്ത്രം കൊണ്ട് തന്നെ വിലക്കയറ്റവും വില കുറവും സൃഷ്ടിക്കാനും, അങ്ങനെ ഓഹരി വിപണിയിലെ കാളകളും കരടികളും കളിക്കുന്നത് പോലെ സ്വർണ്ണ വിപണിയിലും സ്വർണം വാങ്ങുന്നവരും വിൽക്കുന്നവരും കളിച്ചാല് ഇതുപോലെയുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പണ്ട് അങ്ങനെയല്ല. പണ്ട് സ്വർണത്തിന്റെ വില കുറഞ്ഞു വരുമ്പോൾ മാത്രമേ വാങ്ങാൻ നോക്കാറുള്ളൂ. സാധാരണ വില കൂടിയിരിക്കുമ്പോൾ മാത്രമേ ആരെങ്കിലും വിൽക്കുന്നുണ്ടെങ്കിൽ തന്നെ, വിൽക്കാനല്ല, വാങ്ങുന്നത് എപ്പോഴും സൂക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. ഇവിടെ ഇപ്പൊ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് ഈ വാർത്തകളിൽ നിന്ന്, അതായത് ഗോൾഡ് ആൻഡ് ജുവൽ അസോസിയേഷന്റെ ഈ പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ സ്വർണം വാങ്ങുന്നവർ വാങ്ങാൻ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടി മാത്രമല്ല, വിറ്റഴിച്ച് ലാഭം എടുക്കാൻ കൂടി വേണ്ടിയാണ്. യഥാർത്ഥ ഓഹരി വിപണിയെ പോലെ സ്വർണ്ണ വിപണിയും മുന്നോട്ട് പോകുന്ന ഒരു മാറുന്നു. ആ മാറ്റമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് സ്വർണത്തിന്റെ വില ഇത്ര കണ്ട് ഇപ്പോഴും ഉയർന്നും താണും പൊങ്ങിയിരിക്കുന്ന ഈ ഓഹരി വിപണിയുടെ കളി സ്വർണ്ണ വിപണിയിൽ നടക്കുന്നു എന്നതുകൊണ്ടാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.